പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഏപ്രിൽ 7 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ജനത്തെ ആശീർവദിക്കാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നോൻപ് കാലത്ത് മുഴുവനും അനുഷ്ഠിച്ച നോൻപും കൃപാസന ഉടമ്പടി എടുത്ത ആൾക്കാർ ജീവിച്ച ജീവിത രീതികളും സുവിശേഷത്തിൻ്റെ സാക്ഷീകരണങ്ങളായിട്ട് അവരങ്ങയുടെ തിരുവുദ്ധാനത്തെ സാക്ഷ്യം വഹിച്ചതിൻ്റെ ശക്തിയും ഞാനിപ്പോൾ സ്വാംശീകരിച്ചുകൊണ്ട് ജനത്തെ ആശീർവദിക്കാൻ കർത്താവേ, നിരാലംബരായിട്ടുള്ള മക്കളെ ഞങ്ങൾ തിരിച്ച് ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ വേദനയോടെ ഓർക്കുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ വിഷയം പോലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാൻ പാടാത്തവർ, ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭാഷ കൊണ്ട് പരിമിതപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈശോയെ കർത്താവേ, അവരൊക്കെ നീ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പല മനുഷ്യരെയും നീ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ
നമ്മുടെ ബലഹീനതയിലാണ് അവൻ ഏറ്റെടുത്തതെന്ന് അങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഞങ്ങളുടെ ബലഹീനത ഏറ്റെടുക്കുന്നവൻ. പല ആൾക്കാർക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ചിലർക്ക് ഡിപ്രഷൻ ലുക്കാണ്. അവരെന്ത് പറഞ്ഞാലും അവർ ചിരിക്കത്തുമില്ല, സന്തോഷിക്കത്തുമില്ല, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല. ഇങ്ങനെ ബലഹീനമായിട്ടുള്ള വ്യക്തികളെ പോലും കർത്താവോട് ജീവിക്കുന്നതിന് മറ്റുള്ളവരെ സന്ധിപ്പിക്കുകയും അങ്ങ് അവർക്ക് പ്രത്യേകമായ കൃപയും അവരോട് മറ്റുള്ളവർക്ക് ഒരു താപവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് നിലനിർത്തുന്നുണ്ട്. കർത്താവെ, നിലനിൽപ്പിൻ്റെ വരം എല്ലാവർക്കും കൊടുക്കണം. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാത്തിനാണ് എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ. അവിടെ പോയാൽ ആര് ഞങ്ങളെ സഹായിക്കും? പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമായിരുന്നത് ആര് കല്ലെടുത്ത് മാറ്റിത്തരുമെന്ന്. ഇതെല്ലാ മനുഷ്യർക്കുമുള്ള ആശങ്കയാണ്. അവരുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ ആര് മാറ്റിത്തരും? ആര്? മേരി മാഗ്ഡലിനും മറ്റ് മറിയവും കൂസായുടെ ഭാര്യ മറിയവും എല്ലാവരും കൂടി കർത്താവിന് തിരുക്കല്ലിലേക്ക് വെളുപ്പാൻ കാലത്ത് ഓടുമ്പോൾ അവരുടെ ആശങ്ക ഉൾക്കൊണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ, ആ കല്ല് ആര് എടുത്ത് മാറ്റിത്തരും? അവർക്കതിനുള്ള കഴിവില്ല. പക്ഷേ പുരുഷന്മാർ, കഴിവുള്ളവരാരും അവരുടെ കൂടെ ഇല്ലതാനും. ഇങ്ങനെ സ്വാധീനം ആരുമില്ല, സ്വാധീനമുള്ളവരും ആരുമില്ല. ആര് ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം മാറ്റിത്തരും എന്നുള്ള വിഷയം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്ന എല്ലാ മക്കൾക്കുമുണ്ട് ആ തടസ്സം. എൻ്റെ ഭാഷയുടെ തടസ്സം, ഭാഷ അറിയാൻ പാലാത്തതിൻ്റെയും പ്രകടിപ്പിക്കാൻ പറ്റാത്തതിൻ്റെയും കല്ല് ആര് മാറ്റിത്തരും? എൻ്റെ വേണ്ട വിധം വേണ്ട സമയത്ത് ഞാൻ ഓർക്കണില്ല. പരീക്ഷക്കാരിൽ ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്. അത് ആ സമയത്ത് ഓർത്തില്ലല്ല കർത്താവേ. ഓർത്തിരുന്നെങ്കിൽ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്, പക്ഷേ ഞാൻ ഓർത്തില്ല കർത്താവേ. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയിൽ കല്ല് വീണിട്ടുണ്ട്. ആ കല്ല് ആര് മാറ്റിത്തരും? അങ്ങനെ നിൻ്റെ തടസ്സങ്ങൾ മാറ്റിത്തരും എന്ന് ഓർത്ത് നീ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവേദലെ, നിൻ്റെ കല്ല് കർത്താവ് മാറ്റുന്നതായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അതെ, അവൻ ഉയർത്തെഴുന്നേറ്റ് നിൻ്റെ കല്ലുകൾ എടുത്ത് മാറ്റാൻ തന്നെയാണ്. അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ബൈ ചാൻസ് ആയിട്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഫലമായിട്ട് നടക്കുന്നതാണ്. നീ എൻ്റെ ആശങ്കകളുടെ കല്ലുകൾ അപ്പം തന്നെ അപ്രത്യക്ഷമാവുകയാണ് കർത്താവേ. അതുകൊണ്ട് അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഉടമ്പടി തന്നപ്പോൾ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. അതെന്നുവെച്ചാൽ ഞങ്ങളുടെ കഴിവിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. ഞങ്ങളുടെ കർത്താവ് ഉയർത്തുന്നേറ്റ ഈ വിഷയം, ഈ കാലത്ത് കൃപ അവൻ സൗജന്യ ദാനമായി എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ കൃപയ്ക്ക് അവകാശം ഓഹരിയാക്കാൻ ഞാനീ പ്രാർത്ഥിക്കുന്ന മക്കളങ്ങ് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജീവിത മാർഗമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗമില്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബം ഭാര്യാഭർത്തകമായി പിരിഞ്ഞ അവസ്ഥ, മക്കൾ അകലങ്ങളിൽ അകപ്പെട്ടു പോയ അവസ്ഥ, കർത്താവിൻ്റെ നാമത്തിൽ, പുനരുദ്ധാനം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പുതിയ ഓഡിയൻസാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആവർത്തിക്കുമ്പോഴേ ചെറിയ സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അല്ല, വെറുതെ അതേപടി ഞാൻ ഒന്നും ആവർത്തിക്കത്തില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്തറിയോ, കഴിഞ്ഞ കൊല്ലം പറഞ്ഞതിൻ്റെ ഒരു ബാക്കി എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിനെ കുറിച്ചുള്ള മാതാവിൻ്റെ റെസ്പോൺസ്, അത് എൻ്റെ ഒരു വിഷയമാണ് എപ്പോഴും. ദ സൈലൻസ് ഓഫ് മേരി. വേറെ കുറേ മറിയം ഒക്കെ കർത്താവിൻ്റെ പുനരുത്ഥാന ദിവസം ഭയങ്കര എനർജറ്റിക് ആയിട്ട് ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. മേരി മാഗ്ഡലിൻ, മറ്റേ മറിയം എന്നൊക്കെ പറയുന്ന കൂസായുടെ ഭാര്യ മറിയം, ഇവരൊക്കെ ഈ ഓട്ടവും പിടുത്തവും ബഹളമൊക്കെ കാണിക്കുന്നുണ്ട് പുനരുത്ഥാന ദിവസങ്ങളിൽ. അവരാണ് ചർച്ചയ്ക്ക് വരണത്. ശരിക്കും പുനരുത്ഥാന ദിവസം നമ്മൾ രസമാണ്. അതായത് മാതാവ് നേരെ ഗ്രീൻ റൂമിലേക്ക് മാറും. എന്നിട്ട് ലൈം ലൈറ്റിൽ വന്ന് നിൽക്കുന്നത് വേറെ മറിയമൊക്കെ. അപ്പം ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്, നീ എന്തുകൊണ്ടാണ് അമ്മയെ ബൂസ്റ്റ് ചെയ്യാതിരുന്നത്? നിൻ്റെ നീയും മറഞ്ഞ അമ്മയും മറഞ്ഞ പോലെയാണല്ലോ. അത് ഞാൻ ഈശോയോട് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബൈബിളിൽ നീയും മറഞ്ഞു അമ്മയും മറഞ്ഞു ഒരേ സമയം തന്നെ കുരിശിൽ. അപ്പോൾ പരിശുദ്ധാത്മ എനിക്ക് ചില നോട്ടുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞതല്ല. അതായത് മറിയം ആണ്
പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആര്? പരിശുദ്ധ അമ്മ. പക്ഷേ ഒരു സൈലൻ്റ് വിറ്റ്നസ്സിയാണ്. അറിയാം, ഒരു 2 തരം പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാണുള്ളത്. പുനരുത്ഥാനത്തിന് ശേഷം 2 തരം സാക്ഷികളാണ്. ഒന്ന് സൈലൻ്റ് സാക്ഷി. ചിലർ ഭയങ്കര ലൗഡായിട്ട് സ്പീക്ക് ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദമുഖരിതമായ സാക്ഷികൾ. നിശബ്ദ സാക്ഷികളുമുണ്ട്, ശബ്ദമുഖരിത സാക്ഷികളുണ്ട്. അപ്പം മാതാവ് ഇതിൻ്റെ അകത്ത് നിശബ്ദ സാക്ഷിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ 3ാമത്തെ ഹൃദയത്തെ സംഗ്രഹിപ്പാണ് ഇപ്പം നടക്കുന്നത്. മാതാവ് വളരെ ഗുരുതരമായ ഗൗരവതരമായ ചില വ്യക്തികളുണ്ടല്ല, എന്തെങ്കിലും മഹാകാര്യങ്ങൾ സംഭവിച്ചാൽ ഒന്നെങ്കിൽ അവർ ഓവർ ടോക്കറ്റീവ് ആവും, അല്ലെങ്കിൽ ചിലർ മിണ്ടടക്കം പാലിക്കും. അതുപോലെ അമ്മ ഈ സമയത്ത് ഒരു മിണ്ടടക്കം പാലിച്ചിരിക്കുക, എന്താണ്, ഹൃദയത്തെ സംഗ്രഹിക്കുക. അമ്മ നേരത്തെ 2 പ്രാവശ്യം ഹൃദയത്തെ സംഗ്രഹിച്ചതായിട്ട് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഒരു താൽക്കാലിക ഹൃദയത്തെ സംഗ്രഹിപ്പാണ്. ഇപ്പം അമ്മ ഒരു നീണ്ട ഹൃദയത്തെ സംഗ്രഹിപ്പിലേക്ക് നീങ്ങുകയാണ് ഇപ്പം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോടാണല്ലോ എല്ലാം പറഞ്ഞത് ഈശോ. മാലാഖ് പറഞ്ഞതും ഈശോ പറഞ്ഞതും അമ്മയോട് പറഞ്ഞതിൻ്റെ ഇതെല്ലാം പുനരുദ്ധാനത്തിൻ്റെ കണ്ടന്റ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അമ്മയോടായതുകൊണ്ട് അമ്മ പരിശുദ്ധാത്മാവാണ് നിറഞ്ഞ്, മറിയം പരിശുദ്ധാത്മാവാണ് നിറഞ്ഞ ആളായതുകൊണ്ട് അത് വളരെ മിനിമം പറഞ്ഞാൽ മതി. നമ്മളോട് ഈ മാക്സിമം പറയണം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കുറവായത് കാരണം കുറേ പറഞ്ഞാലാണ് നമുക്ക് പകുതി കിട്ടുന്നത്. അമ്മയോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അമ്മയോട് എന്താ പറഞ്ഞത്? ഒരു ജസ്റ്റ് നോളജേ കൊടുത്തുള്ളൂ. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല, അത്രേ പറഞ്ഞുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 1:33. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. പക്ഷെ അമ്മയോട് അത്രയും പറഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ് മറിയം. കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയോട് പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറയും. ഈ പരിശുദ്ധാത്മാവ് ഫുൾ സിംഗായിട്ട് വർക്ക് ചെയ്യുന്ന കാരണം അമ്മയോട് ഒരു ഹിൻഡ് കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു 100 പ്രാവശ്യം പറഞ്ഞ പോലെയുള്ള ഇഫക്റ്റ് വരും. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അമ്മ ശരിക്കും പറഞ്ഞാൽ ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആ യേശുവിൻ്റെ അമ്മയായ മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവൻ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന മേലോട്ട് നോക്കുമ്പോൾ, ഈശോയ്ക്ക് നോക്കുമ്പോൾ, ഈശോയുടെ മുകളിൽ തൂങ്ങിയ ഒരു അയ്യനാറയുണ്ട്. എന്താണത്? യേശു, അതായത് അയ്യൻ, യേശു നസ്രേനി, റക്സ് രാജാവ്, യുദ്ധയൂരും എന്നുവെച്ചാൽ യൂതന്മാരുടെ രാജാവ്, നസ്രായനേശി. ഇതിനെക്കുറിച്ച് ഭയങ്കര കശപിശ വന്നതാണ്. ഇവർ ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ അതുകൊണ്ട് വയലൻ്റായി, ഇത് വായിച്ച് വയലൻ്റായി. അവർ പിലാത്തോസോട് പറഞ്ഞ്, ഇങ്ങനെയൊന്നുമല്ല, ഇത് ഫോഷ്കാണ് എഴുതിയിരിക്കുന്നത്, ഇവൻ പറഞ്ഞു എന്ന് പറയണം. ഇവൻ രാജാവെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, ഇവൻ പറഞ്ഞു ഇവനാണ് യഹൂദന്മാർ രാജാവെന്ന് പറയാം. അപ്പം പിലാത്തോസ് പറഞ്ഞു, നോനോട് വട ഹാവ് റിട്ടൺ ഈസ് റിട്ടൺ. പണ്ടത്തെ പോലെ നിങ്ങൾ അന്ന് ഇത് 2 ദിവസം ഇന്നലെ വൈകുന്നേരം ഭയങ്കര ചർച്ചയായിരുന്നല്ല, അപ്പം പെട്ട് നിൽക്കുകയാണ് യൂദാസ്. കോടിയ വന്ന് പറഞ്ഞൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പം യൂദാസ് പിലാത്തോസ് പറഞ്ഞ് കോടിയ ഐ ആം ഇൻ ഹെൽപ്ലെസ് സിറ്റുവേഷൻ. ഇവന്മാരെങ്ങാനും പോയി സീസറിനോട് എനിക്കെതിരെ സംസാരിച്ചാൽ ഞാൻ കസേരന്ന് മാറേണ്ടി വരും, നിസ്സഹായാണ് ഞാൻ, നമ്മൾ 2 വഴിയിലായി പോകുമെന്ന് പറയും. സങ്കടപ്പെട്ട് ക്ലോഡിയ പോകും. പക്ഷെ ഇയാൾക്ക് തട്ട് കിട്ടിയിരിക്കുകയാണ്. അയാൾക്ക് അറിയാൻ തെറ്റാണ്. കൈ കഴുകിയാലും ആ കറ അദ്ദേഹത്തിന് ഹൃദയത്തിൽ പോകാതിരിക്കുന്ന കാരണം പിന്നെ ഇവർ വന്ന് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പോയി പണി നോക്കണമെന്ന് പറഞ്ഞു. അവിടെ അതിനെ കയ്യപ്പോൾ അതിനെ ജനക്കൂട്ടത്തിൽ വന്ന് പിലാത്തോസ് സ്വന്തം നിറം കാണിച്ച് പോയി പണി നോക്കണമെന്ന്.
വാട്ട് ഐ ഹാവ് റിട്ടൺ, ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് റിട്ടൺ ഫോർ എവർ എന്ന് പറഞ്ഞു. എന്നൊക്കെ അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. എന്താണ്, അവൻ രാജാവാണെന്ന്. അപ്പം അമ്മ ഇത് നോക്കുന്നുണ്ട് മുകളിലോട്ട്. ആരും വായിക്കാത്ത വായന അമ്മ വായിച്ചു കൂട്ടുന്നുണ്ട്. എന്താണ്, തന്നോട് പറഞ്ഞ കാര്യമാണിത്. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകാത്തത്, അവസാനമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് തൻ്റെ മകൻ കയറിപ്പോണത് അമ്മയാണ് ആദ്യം കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ. അന്ന് മുതൽ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ തുടങ്ങിയതാണ്. അതാണ് അമ്മയുടെ മൂന്നാമത്തെ ഹൃദയ സംഗ്രഹം എന്ന് പറയുന്നത്. അമ്മ എന്നും പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായി ശിഷ്യന്മാരെ പിന്നെ പുനരുദ്ധാനത്തിന് സാക്ഷികളാക്കാൻ പരിശീലിപ്പിക്കരുത് അമ്മ ചെയ്തത് മുഴുവൻ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു 12 വയസ്സായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വിഷയത്തിൻ്റെ മേലെ, പുനരുത്ഥാന വിഷയത്തിൽ അമ്മയ്ക്ക് വല്ലാത്ത ഒരു പുനരുത്ഥാനം എപ്പോഴും ചിലർക്ക് ദഹിക്കാൻ പാടുവരും. അപ്പം അമ്മയ്ക്ക് ഇവന് 12 വയസ്സായപ്പോഴും അമ്മയുടെ മനസ്സിൽ പുനരുത്ഥാന വിഷയം വന്നു. അതിനെക്കുറിച്ചൊക്കെ നാളെ കാണാം. തൽക്കാലം നിങ്ങൾ ഉയർപ്പിൻ്റെ ദിവസം അമ്മയുടെ ആധ്യാത്മികമായി ഉയർത്തുന്നതിനെ കുറിച്ച് കൂടി നിങ്ങളെ ധ്യാനിക്കണം എന്ന് പറയണ കാര്യത്താൽ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി അമ്മയാണ്. അമ്മയെപ്പോലെ എന്നെയും നിങ്ങളെയും കർത്താവ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.